തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കവെയാണ് LDFന് കനത്ത പ്രഹരമായി CPI മുന്നണിയുടെ ഭാഗമായി മത്സരിക്കില്ലെന്ന് CPI പ്രവർത്തകർ പ്രഖ്യാപിച്ചത്. മുന്നണി മര്യാദ ലംഘിച്ച് കഴിഞ്ഞ 2 ടീമിലും CPI മത്സരിച്ചിരുന്ന വാർഡ് CPM പിടിച്ചെടുത്ത് മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. 2015-ൽ CPI വിജയിച്ച വാർഡിൽ ഇക്കുറി സീറ്റ് നിഷേധിച്ചതാണ് തീരുമാനത്തിന് കാരണമെന്നും CPI വ്യക്തമാക്കി. കഴിഞ്ഞ 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും CPI മത്സരിച്ചിരുന്ന വാർഡുകളിൽ മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ട് CPM സ്ഥാനാർത്ഥി മത്സരിക്കുകയും LDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ ഭാഗമല്ലാതെ CPI മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. CPI ഇപ്പോൾ നിലവിൽ എടയൂർ പഞ്ചായത്തിൽ LDF മുന്നണിയുടെ ഭാഗമല്ല. ഇപ്പോൾ നിലവിലെ എടയൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPIൻ്റെ MLA മൂസിൻ MLA കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് കളിക്കുന്നുണ്ട്. അത് CPIക്ക് അതിൽ യാതൊരുവിധ പങ്കുമില്ല. പാർട്ടി അവിടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കപ്പും സോസർ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആമിന എന്ന സ്ഥാനാർത്ഥിയാണ് പാർട്ടി പിന്തുണക്കുന്നത്. 1-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആമിനയെ മാത്രം പാർട്ടി പിന്തുണയ്ക്കുകയും മറ്റു വാർഡുകളിൽ മനസാക്ഷി വോട്ട് രേഖപ്പെടുത്താനുമാണ് തീരുമാനം. അതേസമയം 1-ാം വാർഡിലെ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുഹമ്മദ് മൂസിൻ MLA വോട്ട് അഭ്യർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും പ്രവർത്തകർ അറിയിച്ചു. ജില്ലാ നേതൃത്വമായിട്ട് LDF ജില്ലാ നേതൃത്വമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അതിൽ നിങ്ങൾ സംതൃപ്തരാണോ? ജില്ലാ നേതൃത്വം ഏരിയ നേതൃത്വം ഞങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾക്ക് 2 പ്രാവശ്യം ഞങ്ങൾക്ക് ഈ സീറ്റ് ഞങ്ങൾക്ക് തന്നതായിരുന്നു. ഇവിടെ പഞ്ചായത്ത് CPM ലോക്കൽ കമ്മിറ്റി വെച്ചാണ് ഈ വിഷയങ്ങൾ നടക്കുന്നത്. അപ്പോൾ ജില്ലാ നേതൃത്വത്തിനെ ധിക്കരിക്കുകയായിരുന്നു ഏതൊരു പഞ്ചായത്തിലെ CPM അതാണ് തീർച്ചയായും അതാണ്. ഇനി അത് തന്നെയല്ലേ ഞങ്ങൾ പിന്നെ ഇവിടെ എടയൂർ പഞ്ചായത്തിലെ CPMൻ്റെ നേതാക്കൾ പറഞ്ഞു 1-ാം വാർഡ് ഞങ്ങൾ നിങ്ങൾക്ക് തന്നാലും അവിടെ നിങ്ങൾക്കെതിരെ CPM റിബൽ വരും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ചർച്ച ഇല്ല. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ഞങ്ങൾക്ക് തന്നു, LDF നിന്നു, ഇയാൾ മത്സരിച്ചു, തുടർന്ന് വേറെ സ്വാതന്ത്ര്യമായിട്ട് CPM പിന്തുണച്ചു. MLAയെ CPM തെറ്റിദ്ധരിപ്പിച്ചാണ് വീഡിയോ നിർമ്മിച്ചതെന്നും എടയൂർ പഞ്ചായത്തിലെ CPI പ്രവർത്തകർ വ്യക്തമാക്കി. CPMന്റെ ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വഞ്ചിതരാകരുതെന്നും CPI ആവശ്യപ്പെട്ടു. നിഷാദ്, രാജൻ, മുരളി, ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.